welcome to Simply Healthy. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ബിക്കോസ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഞങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അടിപൊളിയാണ്, സോ യമ്മിയായിരുന്നു. ഇതൊരു കേക്കാണ്. ഈ കേക്കിൻ്റെ പേര് ക്ലെമൻറ്റൈൻ കേക്ക് എന്നാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. 2 ഓറഞ്ച്, 225 gram powdered sugar, 100 ml വാട്ടർ, ഗ്രാം ഫ്ലോർ ആണ്. അപ്പോൾ അതിന് പകരം ഞാനൊരു മൈദയ്ക്ക് പകരം ഞാൻ ഇച്ചിരി ഹെൽത്തി ആക്കാനായിട്ട് എടുത്തേക്കുന്നത് വീറ്റും ഓട്സും ആണ്. ഞാൻ 120 grams വീറ്റും 30 grams ഓട്സ് പൊടിച്ചതാണ്. പിന്നെ 100 ml മിൽക്ക്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 4 മുട്ട, പിന്നെ 100 ml ഓയിൽ, പിന്നെ നട്ട്സ്. ക്ലെമൻറ്റൈൻ കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ 2 ഓറഞ്ച് കഴുകിയിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് 8 ക്വാർട്ടർ പീസസ് ആക്കുക. എന്നിട്ട് ഒരു പാനിനകത്തോട്ട് ഈ കട്ട് ചെയ്ത് വെച്ച ഓറഞ്ചും 100 ml വെള്ളവും ഒരു 100 grams ഓഫ് ഷുഗറും എടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കണം. എന്നിട്ട് അത് ഓൾമോസ്റ്റ് ഒരു 1 hour നമ്മളതൊന്ന് ചൂടാക്കാൻ വെക്കണം. അപ്പോൾ നല്ലപോലെ അത് സോഫ്റ്റാവും. സോഫ്റ്റായി കഴിഞ്ഞാൽ ഷുഗറൊക്കെ നന്നായിട്ട് പിടിക്കണം. നല്ല സോഫ്റ്റായിരിക്കും. ഓക്കെ, കണ്ടോ? അപ്പോൾ അത് ഒന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിതൊരു ബ്ലെൻഡറിലോട്ടിട്ട് അടിച്ചെടുക്കാം. നല്ലപോലെ തിക്കായിട്ടൊരു പ്യൂരി പോലെ നമുക്ക് കിട്ടും. അതുപോലെ നമ്മുടെ ഓറഞ്ച് നല്ലപോലെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് മിക്സിയിൽ കുറച്ച് നേരം ഒന്ന് അടിച്ച് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കുക. ബ്ലെൻഡ് ആയിട്ടില്ലെങ്കിൽ ഏകദേശം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇച്ചിരി ഒന്ന് ചൂടാറിയിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. നല്ലപോലെ ബ്ലെൻഡ് ആയത് നല്ലൊരു ജാം പോലെ ഇത് ഇങ്ങനെ വരും. ബൗളിലോട്ട് മാറ്റാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ബിക്കോസ് ഇതിൻ്റെ സ്കിൻ പോലും കളയണ്ട. കാരണം നമ്മൾ ഓറഞ്ച് വേവിക്കുമ്പോൾ തന്നെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും. ഒരു ബൗളെടുത്തിട്ട് നമുക്ക് മെയിൻ പ്രോസസ്സ്, കേക്ക് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. അതിനകത്തോട്ട് 100 ml ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത്. പിന്നെ 125 grams പൗഡേർഡ് ഷുഗർ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. മുട്ടയും പഞ്ചസാരയും ഓയിലും നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇത് 120 gram വീറ്റാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നല്ലപോലെ സീവ് ചെയ്തിട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്തേക്ക് 100 ml പാല് ഒഴിച്ചു കൊടുക്കാം. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഓറഞ്ച് പ്യൂരി ആക്കിയത് ഇട്ട് കൊടുക്കുക. നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമുക്ക് നമ്മുടെ ഓവൻ 190 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇതൊരു 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ കേക്ക് മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 190 ഡിഗ്രിയിൽ ഒരു ഓൾമോസ്റ്റ് 1 hour ബേക്ക് ചെയ്യാൻ വെച്ചിരുന്നു. നമ്മുടെ ക്ലെമൻറ്റൈൻ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഞാൻ ഗ്ലേസിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഹണിയും ബട്ടറും കുറച്ച് ഓറഞ്ച് ജ്യൂസും സ്ക്വീസ് ചെയ്തിട്ട് ഞാനൊരു ഗ്ലേസിംഗ് കൊടുത്തിട്ടുണ്ട് കേക്കിന്. ഇത് 3ഉം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് കേക്ക് പോക്ക് ചെയ്തിട്ട് ഈ ഗ്ലേസിംഗ് അതിനകത്തോട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ് ആൻഡ് യമ്മി ക്ലെമൻറ്റൈൻ കേക്ക്. നല്ല സൂപ്പറായിട്ട് വന്നുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ബിക്കോസ് ഞാൻ മൈദയ്ക്ക് പകരം വീറ്റും ഓട്സും ഇട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിരിക്കുന്ന കേക്ക്. അപ്പോൾ ഓറഞ്ചൊക്കെ ഈ സമയത്ത് കഴിക്കുന്നത് വളരെ നല്ല, ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. എന്തുകൊണ്ടാണ് ഇതിന് ക്ലെമൻറ്റൈൻ എന്നുള്ളൊരു പേര്? ആഫ്രിക്കയിൽ കണ്ടുവരുന്ന ചെറിയ ചെറിയ ഓറഞ്ചിനെയാണ് ക്ലെമൻറ്റൈൻ എന്ന് പറഞ്ഞത്.
പക്ഷെ ഞാനിവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓറഞ്ച് വെച്ചാണ് പ്രിപ്പയർ ചെയ്തത്. അതേ നല്ല ടേസ്റ്റ് ആയിട്ട് വന്ന കേക്കായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ സ്റ്റേ സിംപ്ലി ഹെൽത്തി.